ബിഗ് ബോസ് മലയാളം സീസൺ 6 അഞ്ചാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ജാസ്മിൻ ആണ്. ഏതാണ്ട് 2 ദിവസത്തോളമായി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചാനലുകളിലും സംസാരങ്ങളിലും റിവ്യൂകളിലുമൊക്കെ പരക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ജാസ്മിന് സ്റ്റോർ റൂമിൽ നിന്നും രഹസ്യാത്മകമായ ഒരു കത്ത് കിട്ടിയെന്നും അത് മറ്റാരെയും കാണിക്കാതെ ജാസ്മിൻ അത് തൻ്റെ മൈക്കിൻ്റെ പൗച്ചിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമാണ്. ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു സാധ്യതയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. ഇതിനെക്കുറിച്ച് നിലവിൽ പുറത്തു വന്ന കാര്യങ്ങൾ ജാസ്മിൻ്റെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഒരു സ്വകാര്യമായ മറുപടിയാണ് ജാസ്മിന് നൽകിയത് എന്നാണ് കുറേ ആളുകളുടെ പക്ഷം. മറ്റു കുറേ ആളുകൾ പറയുന്നതാകട്ടെ ജാസ്മിന് കൃത്യമായ ഗെയിമിൻ്റെ ഭാഗമായ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ ബിഗ് ബോസ് നൽകിയിരിക്കുന്നു. അത് ജാസ്മിൻ മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ജാസ്മിൻ അത് രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നാണ്. എന്നാൽ ഇത് ജാസ്മിനെ ഉദ്ദേശിച്ച് മാത്രമുള്ള ഒരു സ്വകാര്യ ലെറ്ററോ അല്ലെങ്കിൽ ജാസ്മിന് മാത്രമായി കൊടുത്ത ഒരു ലെറ്ററോ ആകില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള കാരണം ഇതാണ്. ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ച് സ്റ്റോർ റൂമിൻ്റെ ബെല്ലടി കേട്ടാൽ ആ സ്റ്റോർ റൂമിൻ്റെ പരിസരത്തുള്ള ഏത് മത്സരാർത്ഥിയാണോ അദ്ദേഹം സ്റ്റോർ റൂം തുറന്ന് അതിനുള്ളിൽ കയറാറുണ്ട്. അപ്പോൾ സ്റ്റോർ റൂമിലൂടെ കൈമാറുന്ന ഒരു സന്ദേശം കൃത്യമായി അത് ജാസ്മിനിൽ തന്നെ എത്തും എന്ന് പറയാൻ യാതൊരു തരത്തിലും മാർഗമില്ല. അത് ആദ്യം ആരവിടെ എത്തുന്നു അയാൾക്കായിരിക്കും ആ സന്ദേശം കിട്ടുക. അത് ഒരു സ്വകാര്യ സന്ദേശമാണെങ്കിൽ അത് മറ്റൊരാളാണ് എടുക്കുന്നതെങ്കിൽ അതിലെ സന്ദേശം ലീക്കാകുകയും ചെയ്യും. അതുകൊണ്ട് ബിഗ് ബോസ് അത്തരം ഒരു പണിക്ക് മുന്നോട്ട് പോകില്ല എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇതിൽ ഒരു സാഹചര്യം ബിഗ് ബോസ് വീട്ടിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ടാസ്കിൻ്റെയോ മറ്റെന്തിൻ്റെയും ഭാഗമായി ബിഗ് ബോസ് ഇത്തരം സന്ദേശങ്ങൾ സ്റ്റോർ റൂം വഴി കൈമാറുന്നുണ്ട് എന്ന് വേണം സംശയിക്കാൻ. അതായത് ഒരു ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ ആവാം, അത് സൂക്ഷിച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ കത്ത് കിട്ടുന്ന ആൾ ഇന്ന കാര്യം ചെയ്യണം എന്നൊരു ഇൻസ്ട്രക്ഷനോ മറ്റോ ഒക്കെ ആയിരിക്കാം. ഇത് പറയാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ പറയാനുള്ള ഒരു കാരണം ബുധനാഴ്ചത്തെ ലൈവിൽ നടന്നൊരു സംഭവമാണ്. ബുധനാഴ്ച ഇതുപോലെ തന്നെ സ്റ്റോർ റൂം ബെല്ലടിക്കുകയും സ്റ്റോർ റൂമിലേക്ക് ജാസ്മിൻ എത്തി സ്റ്റോർ റൂം തുറക്കുകയും ജാസ്മിൻ അവിടെ നിന്നും ഇതുപോലെ തന്നെ ഒരു ലെറ്റർ പോലെ ഒരു സാധനം വായിക്കുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പുറത്ത് നിന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് തന്നെയാകണം ജാൻമണി അവിടേക്ക് എൻ്റർ ചെയ്യുകയും ജാൻമണി ഉള്ളിൽ ജാസ്മിൻ നിൽക്കുന്നത് കണ്ട് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ജാസ്മിൻ്റെ കയ്യിൽ ഒരു ലെറ്ററിൻ്റെ അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ചുരുട്ടി പിടിച്ചിട്ടുമുണ്ട്. ബിഗ് ബോസ് വീടിനുള്ളിൽ മറ്റു പേപ്പറുകൾ അങ്ങനെ സർവ്വസാധാരണമായി കിട്ടാറില്ല. ടിഷ്യൂ പേപ്പർ അല്ലാതെ മറ്റൊന്നും കിട്ടാറില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ ജാൻമണിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സരാർത്ഥികൾക്കോ ഇതുപോലെയുള്ള രഹസ്യ സന്ദേശങ്ങൾ ബിഗ് ബോസിൽ നിന്നും ഇതിനു മുൻപ് കിട്ടിയിട്ടുണ്ടാകാമെന്നും അതുകൊണ്ട് തന്നെ ബെല്ലടിച്ചപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓടിയെടുക്കാൻ വേണ്ടിയായിരിക്കാം ജാൻമണി എത്തിയത്. അതിനു മുൻപ് ജാസ്മിൻ അവിടെ എത്തിയതും ജാസ്മിൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതിലുമുള്ള പേടി കൊണ്ടാകാം പെട്ടെന്ന് ജാൻമണി നിലവിളിക്കുന്നതും പെട്ടെന്ന് ഒരു ആങ്സൈറ്റി ജാൻമണിക്കുണ്ടാകുന്നതും. ഇത് ഇനി എന്തെങ്കിലും ഒരു ദിവസം കൃത്യമായി റിവീൽ ചെയ്യാനായി ബിഗ് ബോസ് മുന്നോട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു കണ്ടന്റിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണോ എന്ന് സംശയിക്കണം. ഇത്തരം സന്ദേശങ്ങൾ ബിഗ് ബോസിൻ്റെ സ്റ്റോർ റൂം വഴി മറ്റു മത്സരാർത്ഥികൾക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അവസാനം അത് എങ്ങനെയായിരിക്കണം അവസാനിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിലോ അതിനു മുൻപുള്ള ഏതെങ്കിലും എപ്പിസോഡിലൂടെയോ പുറം ലോകം അറിയും എന്ന് പ്രതീക്ഷിക്കാം.